നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ രേവതിയുടെ സച്ചിയുടെയും വിശേഷങ്ങളൊന്നും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്താണെങ്കിലും നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യാട്ടോ. അങ്ങനെ ഒടുവില് ഒരു കാര്യം ലക്ഷ്മിയമ്മ ഉറപ്പിച്ചു പറഞ്ഞു. ദേവു, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, അവനുമായിട്ടുള്ള വിവാഹം നടക്കാൻ പോകുന്നില്ല. കാരണം സച്ചിക്ക് ഇഷ്ടമില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോ രേവതി പറഞ്ഞു, അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? ഇപ്പൊ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എങ്ങനെ പറയണേ രേവതി? ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അച്ഛൻ മരിച്ചതിന് ശേഷം ഈ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ അച്ഛന്റെ സ്ഥാനത്തൊന്നും ചെയ്യുന്ന ആരാ? സച്ചിയല്ലേ? ഇവളുടെ ഏട്ടനല്ലേ? അപ്പൊ പിന്നെ അവൻ പറയുന്ന ഇവളെ അനുസരിക്കണ്ടേന്ന് ചോദിച്ചു. ഒരു കാര്യമില്ല, സച്ചി അങ്ങനെയൊന്നും പറയത്തില്ല. സച്ചിക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ല. അല്ലെങ്കിലും ഇതിനു മുമ്പ് എന്തൊക്കെയാ കാര്യങ്ങളാ ആ പോലീസുകാരൻ കാണിച്ചു കൂട്ടി വെച്ചേ അറിയാവുന്നല്ലേ? ഒരു തെറ്റും ചെയ്യാതെ സച്ചിയെ പിടിച്ച് അകത്തിടാൻ നോക്കിയില്ലേ? ഇല്ലാത്ത തെറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ജയിലിൽ പിടിച്ചിടാൻ നോക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കും ദേവ് പറഞ്ഞു, അത് അരുണേട്ടന്റെ പ്രശ്നമല്ല. ഓ, അപ്പൊ സച്ചിയുടെ പ്രശ്നം എന്നായിരിക്കും നീ പറയാൻ വരുന്നേ. നീ കൂടുതലൊന്നും സപ്പോർട്ട് ചെയ്യണ്ടേ. അല്ലെങ്കിലും പ്രേമിക്കണ സമയത്ത് കണ്ണും മൂക്കും ഒന്നും ഇല്ലല്ലോ. എന്നിട്ട് ഓരോന്നിനും പോയി ചാടിയിട്ട് അവസാനം ഞങ്ങൾ വേണം കാണാനായിട്ട്. സച്ചി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പീലില്ല. അവൻ പറഞ്ഞു കഴിഞ്ഞു അവന്റെ സ്വഭാവം ശരിയല്ലെന്ന്. നിനക്ക് എന്തറിയാൻ ദേവു? നിനക്കൊന്നും അറിയത്തില്ലാത്തോണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയണേ. അത് കേട്ടിഞ്ഞപ്പോ ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് ദേവ് പറഞ്ഞു, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട. അപ്പോഴേക്കും രേവതി പറഞ്ഞു, ഇപ്പൊ എന്താണെങ്കിലും ഇതിനെക്കുറിച്ചൊരു ചർച്ച വേണ്ട. നമുക്ക് നോക്കാം, നമുക്ക് സ്വഭാവമൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കാം. ഇനി എന്ത് അന്വേഷിക്കാനാ രേവതി? സച്ചി പറഞ്ഞു കഴിഞ്ഞില്ലേ? ശരത്ത് പറഞ്ഞു, എന്നാലും ഒന്ന് അന്വേഷിച്ച് നോക്കുന്നല്ലേ സ്വഭാവം നല്ലതാണോ എന്താന്നൊക്കെ. നിങ്ങളായി നിങ്ങളുടെ പാടായി, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി ഇതിലൊരു മാറ്റമില്ലാന്നും പറഞ്ഞു ദേഷ്യപ്പെട്ട് ലക്ഷ്മി അമ്മ കൂടെ കയറിപ്പോയി അകത്തേക്ക്. അപ്പോഴേക്കും ദേവു ഇരുന്ന് കരയുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ സഹിച്ചില്ല രേവതിക്ക്. രേവതി പറഞ്ഞു, അതെ, നീ വിഷമിക്കണ്ടോ വേണ്ട മോളെ, ഞാൻ സച്ചേട്ടനോട് സംസാരിക്കാം. ചേച്ചി, അരുണേട്ടൻ പാവമാ, എനിക്കറിയാം. അരുണേട്ടനെ അമ്മയെ എനിക്കറിയാം. അമ്മ മാത്രം അരുണേട്ടനുള്ളൂ. അരുണേട്ടൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ ഞാനുള്ളെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാണുന്ന പോലെ ഒന്നും അല്ല. എനിക്കറിയില്ല പിന്നെ സച്ചേട്ടനുമായിട്ടുള്ള പ്രശ്നത്തിന് കാരണം എന്താന്ന്. അരുണേട്ടൻ്റെ സ്വഭാവം ശരിക്കും ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടാ. ശരത്ത് പറഞ്ഞു, അത് ചിലപ്പോൾ നിന്റെ മുന്നിൽ അയാൾ അഭിനയിക്കണമെന്ന് അറിയത്തില്ലേ? അങ്ങനെ അഭിനയിക്കേണ്ട കാര്യമൊന്നും അരുണേട്ടനില്ല. അത് മാത്രമല്ല, അരുണേട്ടൻ്റെ അമ്മയെ എനിക്ക് നന്നായിട്ടറിയാം. അവരൊരു പാവം അമ്മയെന്നൊക്കെ പറഞ്ഞു. രേവതി പറഞ്ഞു, നീ പേടിക്കാതിരിക്കുക, ഞാനൊന്ന് സച്ചേട്ടനോട് സംസാരിക്കാന്നൊക്കെ പറഞ്ഞു പോയി. ദേവു മുറിയിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരു വശത്ത് അരുണും ഒരു വശത്ത് സച്ചിയും നിൽക്കുന്നു. ആർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം? ഒരു പക്ഷേ അരുണേട്ടനെ താ സ്വീകരിക്കും, എല്ലാവരും ധിക്കരിച്ച് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തൻ്റെ അമ്മയും അതുപോലെ സച്ചേട്ടനും ചേച്ചിയും തന്നോടൊപ്പം നിൽക്കില്ല. ഇനിയിപ്പോൾ അവർ പറഞ്ഞ പോലെ അരുണേട്ടൻ അങ്ങനെ സ്വഭാവം കാണുമോ? അങ്ങനെയൊന്നുമില്ല. അരുണേട്ടൻ താൻ ഇന്നും ഇന്നലെ അല്ല കാണുന്നല്ലോ, കുറെ കാലങ്ങളായില്ലേ. ഇന്ന് വരെ തന്നോട് മോശം രീതി സംസാരിച്ചിട്ടില്ല. ആ വീട്ടിലാണെങ്കിലും ശരി, അമ്മയാണെങ്കിലും ശരി, എല്ലാം നല്ല രീതി തന്നെയാ. പിന്നെ എന്താ ഏതാണെന്നൊന്നും മനസ്സിലായില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ട് ദേവനെ പിടികൂടുവാണ്. ഇനിയിപ്പം സച്ചേട്ടനെ ധിക്കരിച്ച് എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് വീട്ടിൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അരുണേട്ടൻ വിളിച്ചു കഴിയുമ്പോൾ എന്തു പറയും? അരുണേട്ടൻ മറക്കാനും പറ്റില്ലല്ലോ എന്നൊരു ചിന്തയൊക്കെ ദേവുവിന്റെ മനസ്സിലുണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ദേവു വീട്ടിലേക്ക് വന്നു. സച്ചി നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ സച്ചി സിറ്റ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സച്ചി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തൊക്കെ വന്നാലും ശരി, അവനുമായിട്ടുള്ള ബന്ധം നടക്കാൻ പോകുന്നില്ല. നീ അവളോട് സംസാരിച്ചില്ലേന്ന് ചോദിച്ചു. സച്ചേട്ടാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ? നീ ഒന്നും പറയണ്ട, എനിക്കറിയാം. അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനാണെങ്കിലും അതിന്റെ ആവശ്യമൊന്നുമില്ല. അതല്ല സച്ചേട്ടാ, ഒരു പക്ഷെ നമ്മൾ കാണുന്ന പോലെ അല്ലെങ്കിലോ? ദേവ് എടുത്തടിച്ചൊരു തീരുമാനം എടുക്കത്തില്ല ഒരിക്കലും. ദേവ് ഒരാളെ ഇഷ്ടപ്പെടണമെങ്കിൽ അതിന് തക്കതായ കാരണം കാണും. ഞാൻ നോക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ആ അരുണിന്റെ സ്വഭാവം നല്ലതെന്ന് എനിക്ക് തോന്നേ. ഓഹോ, അപ്പൊ എന്റെ സ്വഭാവമാണോ കൊള്ളില്ലാത്ത? അങ്ങനെയാണോ നീ പറയണേ? എടി, അയാൾ എന്നെ കള്ളക്കേസ് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ അയാളുമായിട്ട് ഉടക്കിയിട്ടുണ്ട്. അതൊക്കെ നിനക്ക് അറിയാവുന്നല്ലേ? സച്ചേട്ടാ, ആയിക്കോട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ ദേവു അയാൾ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇഷ്ടപ്പെടുന്ന ഹൃദയങ്ങൾ തമ്മിലല്ലേ ഒന്നാവണ്ടേ? ഒരു പക്ഷേ ഇനിയിപ്പോൾ ദേവുവിനും വേറെ കല്യാണം ആലോചിച്ചെന്ന് വെച്ചോ, അവൾ സമ്മതിക്കും തോന്നുന്നുണ്ടോ? അവളുടെ മനസ്സിൽ അവനുണ്ട്. ഇനിയിപ്പോൾ സമ്മതിച്ചാൽ പോലും ഒരു പക്ഷെ അവളുടെ ജീവിതം നല്ലതാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഒരാളെ സ്നേഹിച്ച് മനസ്സ് കൊടുത്തിട്ട് മറ്റൊരാളൊപ്പം ജീവിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും യഥാർത്ഥ സ്നേഹമാണെങ്കിൽ ഒരിക്കലും അവരുടെ ആ ബന്ധം ശാശ്വതമായിട്ട് പോകത്തില്ല. മറ്റൊരു ബന്ധം. സച്ചി പറഞ്ഞു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നീ എൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നോ? തിരിച്ച് നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നോ? അല്ലല്ലോ.
നമ്മളിപ്പോൾ അതൊക്കെ ജീവിച്ച് അങ്ങനെ സെറ്റായതല്ലേ, അവസാനമല്ലേ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയെന്ന് ചോദിച്ചു. രേവതി പറഞ്ഞു അത് ശരിയാ, പിന്നെന്താ പ്രശ്നം ഇരിക്കുന്നേ, അവൾക്ക് വേറെ കല്യാണം നടത്തണം. ആദ്യമൊക്കെ ഇഷ്ടക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ പതുക്കെ പതുക്കെ അവൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളും. പക്ഷെ ഇവനെ പോലുള്ള തന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം എപ്പോൾ തീർന്നെന്ന് കൂട്ടിയാൽ മതി. അതൊന്നും ശരിയാവുന്ന കാര്യമല്ല രേവതി. അപ്പോഴേക്കും രേവതി പറഞ്ഞു സച്ചേട്ടാ കാര്യങ്ങളൊക്കെ പറയാൻ എളുപ്പമാ, പക്ഷെ എനിക്കറിയില്ല ഇനി ദേവുവിനോട് എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന്. അതെ നീ ഒന്നും പറയുമൊന്നും വേണ്ട, പറഞ്ഞു കേട്ടല്ലോ എന്നും പറഞ്ഞൊരു സച്ചി ദേഷ്യത്തോടെ കയറിപ്പോയി. രേവതിക്ക് വിഷമമായിപ്പോയി. കാരണം ദേവു ആദ്യമായിട്ട് ഒരാളെ സ്നേഹിക്കുന്നതാണ്, അവളുടെ മനസ്സിൽ അത്രയ്ക്ക് ഇഷ്ടമാണ് താനും. ഇനിയിപ്പം സച്ചേട്ടൻ്റെ തീരുമാനത്തിന് പുറത്ത് അത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ദേവുവിൻ്റെ ജീവിതം എങ്ങനെയായി തീരും. ആ ഒരു ചിന്ത മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അരുൺ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അരുണിൻ്റെ അമ്മ ചോദിച്ചു എന്താടാ മോനെ പോയിട്ട് വീട്ടുകാരെ കണ്ടോന്ന് ചോദിച്ചു. പക്ഷേ അരുണിന് എന്തും മറുപടി പറയാനെന്ന് അറിയണ്ടായിരുന്നില്ല. അമ്മയുടെ മനസ്സ് വേദനിക്കില്ലോ എന്ന് കരുതിയിട്ട് അരുൺ കൂടുതലൊന്നും പറയാതെ അകത്തേക്ക് കയറിപ്പോയി. പിന്നീട് ചെന്നിട്ട് ദേവുവിനെ ഫോൺ വിളിക്കുക. അപ്പോൾ ദേവുവിനെ വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ദേവുവിനെ വിളിച്ചു കഴിയുമ്പോൾ ദേവു മുറിയിലിരിക്കുക. ഫോൺ ബെല്ലടിച്ചിട്ട് ദേവു അറിയുന്നുണ്ട്, പക്ഷെ ദേവു കോൾ എടുത്തില്ല. ഇതെന്ത് പറ്റി കോൾ എടുക്കാത്തെ, ഇനിയിപ്പോൾ തന്നോട് ദേഷ്യമായിരിക്കുമോ, ഒരു പക്ഷേ എങ്കിൽ തന്നെ വേണ്ടെന്നെങ്ങാനും പറയുമോ എന്നൊരു ചിന്ത അരുണിൻ്റെ മനസ്സിലുണ്ടായി. ഉറപ്പായിട്ടും അങ്ങനെ സംഭവിക്കാൻ വഴിയുണ്ട്. ചിലപ്പോൾ ആ സച്ചി എന്ന് പറയുന്നവന് അവളുടെ ബന്ധം നടത്താനായിട്ട് സമ്മതിക്കില്ല, എതിർപ്പായിരിക്കും. തനിക്ക് ദേവുവിനും നഷ്ടപ്പെടുമോ എന്നൊരു ചിന്ത വല്ലാതെ വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു. ഉടനെ ഒരു ദേവു കോൾ എടുത്തിട്ട് പറഞ്ഞു അതെ ഇനി എൻ്റെ ഫോണിലേക്ക് വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. അത് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു അരുണ്. കാരണം ഇത്രയും കാലം സ്നേഹിച്ച പെട്ടെന്നൊരു ദിവസം മറക്കാന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഉപരി അയാൾ കാരണം സച്ചി അവൻ വീണ്ടും തൻ്റെ ജീവിതത്തിൽ കിടന്ന് കളിക്കുകയാണ്. അവൻ തന്നോടുള്ള ദേഷ്യവും വാശിയും വൈരാഗ്യവും എല്ലാം ദേവുവിനോട് തീർക്കും. ദേവുവിനെ തനിക്ക് തരാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കരുത്. തല പോയാലും ശരി തനിക്ക് അവളെ കിട്ടണം. ഇനിയിപ്പം ആരൊക്കെ സമ്മതിച്ചില്ലേലും താൻ അവളെ കൂട്ടിക്കൊണ്ടുവരും. പക്ഷെ അവൾക്ക് ഇഷ്ടമാണെങ്കിൽ തന്നോടൊപ്പം വരാൻ സമ്മതമാണെങ്കിൽ തൻ്റെ ഭാര്യയാക്കും അവളെ എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് അരുൺ അങ്ങനെ ഉറങ്ങാൻ കിടന്നത്. പിറ്റേ ദിവസം എന്തൊക്കെ സംഭവിച്ചാലും ദേവുവിനെ കാണാൻ തന്നെ തീരുമാനിച്ചു. അതേസമയം മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടപ്പോൾ രേവതി എന്നിട്ട് പറഞ്ഞു സച്ചേട്ടാ നമുക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം ദേവു ചെയ്യില്ല, അതെനിക്കറിയാം. പക്ഷെ നമ്മൾ അവളുടെ ഇഷ്ടത്തിനും കൂടെ പ്രാധാന്യം കൊടുക്കണ്ടേ, സച്ചിയേട്ടൻ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കുക, എന്നിട്ടൊരു തീരുമാനം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. സച്ചി പറഞ്ഞു ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇനി നിനക്കൊക്കെ ആ ബന്ധം നടത്താനുള്ള താല്പര്യം ആയിക്കോ, പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പിന്നെ എന്ത് സംഭവിച്ചാലും ദേ അതങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞുകൊണ്ട് വന്നേക്കരുത്. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കിലേക്ക് നിൽക്കാൻ പോകുന്നൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് കിടക്കുകയാണ്. രേവതിക്ക് ഭയങ്കര വിഷമമായി. തന്നിപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി. അങ്ങനെ പിന്നീട് ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് ശരത്ത് വന്നു. ശരത്ത് വന്നിട്ട് ദേവുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അമ്മേ ഒരുപക്ഷെ സച്ചേട്ടൻ പറയാൻ ശരിയായിട്ടുള്ള കാര്യമായിരിക്കും, നമുക്കറിയില്ല, എന്നാലും ദേവുവിൻ്റെ മനസ്സിൽ അയാളുണ്ടെന്നല്ലേ പറഞ്ഞ്, അങ്ങനെയാണ് നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ലക്ഷ്മി അമ്മ സമ്മതിച്ചില്ല. അവൻ പറഞ്ഞ് നേരായിരിക്കും, അവൻ കള്ളത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല, എന്തിനാ അവൻ കള്ളത്തരം പറയണ സച്ചി, ഈ ബന്ധത്തിന് എന്താണെന്ന് ഞാൻ സമ്മതിക്കില്ല, ഇനിയിപ്പോൾ എൻ്റെ തല പോയാലേ ശരി, അല്ലെങ്കിൽ ഞാൻ മരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അമ്മ ദേഷ്യപ്പെടുകയാണ്. ഇതെല്ലാം അകത്തെ മുറിയിലിരുന്ന് കേട്ട ദേവുവിന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.